പാർട്ടിക്കൊരു വെല്ലുവിളി ഉയർത്തുന്ന വിധത്തിൽ പ്രവർത്തിച്ചാൽ അച്ചടക്കമുള്ളൊരു പാർട്ടി എന്ന നിലയിൽ സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും അത് വീടിന് നേരെ ചാഞ്ഞാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. റബലായി CPMൻ്റെ ഒരാൾ മത്സരിക്കാൻ ഇടയായത് തികച്ചും ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടി സഖാക്കൾ ആരെങ്കിലും രംഗത്തിറങ്ങുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെയേറെ ജനങ്ങൾ അംഗീകരിക്കാത്തൊരു കാര്യമാണ്. അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ വോട്ട് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം CPIMൻ്റെ വോട്ട് കിട്ടിയോ എന്നത് പരിശോധിക്കുകയും വേണം. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ജനവിധിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ പരിശോധിച്ചിട്ട് മാത്രമേ വിശദമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ കഴിയുള്ളൂ. പക്ഷേ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു ജനവിധി ഉണ്ടായതിനെക്കുറിച്ച് CPIMഉം LDFും വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തും. സംഘടനാപരമായ ഒപ്പം തിരുത്തേണ്ടതായ വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജനഹിതം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഭാവിയിൽ LDFൻ്റെയും CPIMൻ്റെയും പ്രവർത്തനങ്ങളിൽ അത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് രൂപം കൊടുക്കുക. ഇത് പറയുമ്പോഴും ചിലയിടങ്ങളിൽ മറ്റിടങ്ങളിൽ ഉണ്ടായതുപോലെയല്ല ജനവിധി പ്രതിഫലിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പോലും പൊതുവായി പരിശോധിച്ചാൽ പ്രതീക്ഷിക്കാത്ത ഒരു ജനവിധി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഇങ്ങനെയൊരു ജനവിധി ഉണ്ടാകുമെന്ന് പലരും കരുതിയിട്ടില്ല. BJP കേരളത്തിൽ വളർന്നു വരുന്നത് ആപൽക്കരമാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് അവരുടെ കൈമുതൽ. മതരാഷ്ട്രമാണ് അവരുടെ ലക്ഷ്യം. മതരാഷ്ട്രം മതനിരപേക്ഷ സമൂഹം ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്ത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ BJP ഉയർത്തുന്ന വെല്ലുവിളി ജനങ്ങളിൽ നല്ലതുപോലെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് BJPക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച പ്രദേശങ്ങളിൽ BJPയുടെ ആപത്ത്, പ്രത്യേകിച്ച് ജനാധിപത്യവും മതനിരപേക്ഷതയും തകർക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ നടപടികളെ തുറന്നുകാട്ടി ജനങ്ങളെ മതനിരപേക്ഷ പക്ഷത്ത് അണിനിരത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം തുടരും. BJP മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടാവുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ്, ദളിത് വിഭാഗങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ BJP ഉയർത്തുന്ന വെല്ലുവിളിയെ തുറന്നുകാട്ടുക എന്നത് ഈ ജനവിധി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം BJPക്ക് പ്രയോജനം ചെയ്യും വിധത്തിൽ മതരാഷ്ട്രവാദവുമായി മുന്നോട്ട് പോകുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ളവരുടെ പ്രവർത്തനവും ആപത്താണ്. മതരാഷ്ട്രവാദം മതനിരപേക്ഷ സമൂഹത്തിന് ഒട്ടും സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ജനവിധിയിൽ നിന്ന് വിശദമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വിശദമായ പഠനം നടത്തി ഭാവി പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തും. കണ്ണൂർ കോർപ്പറേഷനിലെ 4 BJP ജയിക്കുന്നതിനൊപ്പം ഒരു സീറ്റിൽ SDPI ജയിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു സാഹചര്യമാണ് കണ്ണൂരിൽ. CPM സീറ്റും പിടിച്ചെടുത്തിട്ടുണ്ട് BJP. അതെ, BJPയും SDPIയും പോലെയുള്ള മതരാഷ്ട്രവാദികൾ വിജയിക്കുന്നത് മതനിരപേക്ഷ സമൂഹത്തിന് ആപത്താണ്.
അത് ജനങ്ങളിൽ വേണ്ടത്ര എത്തിക്കാൻ കഴിയാത്ത വല്ല കാര്യങ്ങളും ഉണ്ടോ എന്നത് പ്രത്യേകമായി പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇതുകൊണ്ട് മതരാഷ്ട്രവാദികൾ ആകെ ലോകം കെട്ടിപ്പിടിച്ചു എന്ന മട്ടിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെയൊരു നിലയിലേക്ക് അവരെത്തിയാൽ അതിനെതിരെ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന എല്ലാവരും, മതവിശ്വാസികൾ അടക്കമുള്ളവർ രംഗത്തിറങ്ങുക തന്നെ ചെയ്യും. ഈ മതന്യൂനപക്ഷ സിപിഎമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സി വൈശാഖൻ അവിടെ ജയിച്ചോട്ടെ LDF-ന്റെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്കാണ് പോയിരിക്കുന്നത്. പങ്കെടുത്ത് വിവിധങ്ങളായ പൊതുയോഗങ്ങൾ ഉൾപ്പെടെ അവിടെ സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ അവിടെയുള്ള പാർട്ടി അനുഭാവികളായ ആൾക്കാരെ കൺവിൻസ് ചെയ്യുന്നതിനകത്തൊരു വീഴ്ച സംഭവിച്ചെന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സംഘടനാപരമായി ഏതെങ്കിലും ഒരു പ്രദേശത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നത് പാർട്ടി വിശദമായി പരിശോധിക്കും. അവിടെ റബലായി CPM-ൻ്റെ ഒരാൾ മത്സരിക്കാനിടയായത് തികച്ചും ദൗർഭാഗ്യകരമായ കാര്യമാണ്. മാത്രമല്ല, പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടി സഖാക്കൾ ആരെങ്കിലും രംഗത്തിറങ്ങുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെയേറെ ജനങ്ങൾ അംഗീകരിക്കാത്തൊരു കാര്യമാണ്. അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ വോട്ട് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം CPIM-ൻ്റെ വോട്ട് കിട്ടിയോ എന്നത് പരിശോധിക്കുകയും വേണം. അപ്പോൾ ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. പാർട്ടിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് കമ്മ്യൂണിസ്റ്റുകാരായ എല്ലാവരും. പ്രാദേശികമായ ചില പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പാർട്ടിയെ തകർക്കുന്ന നിലപാട് ആരും സ്വീകരിക്കാൻ പാടില്ല. പാർട്ടിക്കൊരു വെല്ലുവിളി ഉയർത്തുന്ന വിധത്തിൽ പ്രവർത്തിച്ചാൽ അച്ചടക്കമുള്ളൊരു പാർട്ടി എന്ന നിലയിൽ സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും അത് വീടിന് നേരെ ചാഞ്ഞാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. അതുകൊണ്ട് അവിടെ ഉണ്ടായത് ഒരു പ്രാദേശികമായ പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയാണ്, ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല. വികസന കാര്യങ്ങളിലോ ക്ഷേമകാര്യങ്ങളിലോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ടല്ല. അപ്പോൾ അത് പ്രാദേശികമായിട്ട് തന്നെ പരിശോധിക്കും.